മഞ്ചേശ്വരം മണ്ഡലത്തിലെ അപര സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നണി ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവിനെ മഞ്ചേശ്വരത്ത് BJPക്കെതിരായി അപര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച വിവരം കേരളത്തിൽ ഇതുവരെ നമ്മൾ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. സാധാരണ നിലയിൽ അറിയപ്പെടാത്ത ആളുകളൊക്കെ അപരന്മാരായി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മഞ്ചേശ്വരത്ത് UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഉന്നത കോൺഗ്രസ് നേതാവിനെയാണ് അപരനായി നിർത്തിയിരിക്കുന്നത്. അരുവിയോട് സുരേന്ദ്രൻ എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ്. അദ്ദേഹം DCCയുടെ ഭാരവാഹിയായിരുന്നു, INTUCയുടെ ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്നു, കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റായിരുന്നു, ഉഴമലക്കൽ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇത്തവണയും അതേ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഉന്നതനായ നേതാവിനെ KPCC നേതൃത്വം അപരനായി മത്സരിപ്പിച്ചിരിക്കുകയാണ് മഞ്ചേശ്വരത്ത്. ഏറ്റവും നീചമായ ഒരു രാഷ്ട്രീയമാണ് UDF മഞ്ചേശ്വരത്ത് ഇപ്പോൾ കാണിക്കുന്നത്. കഴിഞ്ഞ തവണയും അവർ സുന്ദരയെ മത്സരിപ്പിച്ചു. ഇത്തവണ സുന്ദര മത്സരിക്കാനില്ലെന്ന് പറഞ്ഞതോടുകൂടി ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ അവർ അപരനായി മത്സരിപ്പിച്ചിരിക്കുകയാണ്. ഇത് പരാജയ ഭീതിയിൽ നിന്നാണ് അവർ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോഴാണ് ഇത്തരം അശ്ലീലം രാഷ്ട്രീയം അവർ കാണിക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റെ UDFൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ്. UDFൻ്റെയും കോൺഗ്രസിൻ്റെയും സംസ്ഥാന നേതാക്കൾ അറിയാതെ, അവരുടെ ഗൂഢാലോചനയില്ലാതെ ഉഴമലക്കൽ പഞ്ചായത്തിലുള്ള ഒരു കോൺഗ്രസ് നേതാവ്, തിരുവനന്തപുരത്തുള്ള ഒരു കോൺഗ്രസ് നേതാവ് എങ്ങനെയാണ് മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നത്? ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം BJPയോട് മത്സരിച്ച് അവിടെ പരാജയപ്പെട്ടതാണ്. നേരത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു, DCCയുടെ ഭാരവാഹിയായിരുന്നു, VD സതീശൻ്റെ ഗ്രൂപ്പിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവാണ്. പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ VD സതീശൻ്റെ സന്തത സഹചാരിയാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലുള്ള ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു നേതാവാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ അപരനായിട്ട് മത്സരിക്കുന്നത്. പ്രതിപക്ഷ നേതാവും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാക്കളും അറിഞ്ഞുകൊണ്ടാണ് മഞ്ചേശ്വരത്ത് ഇങ്ങനെ ഒരു അപരനെ നിർത്തിയിരിക്കുന്നത്. പരാജയ ഭീതിയിൽ നിന്നാണ് അവരിങ്ങനെ ഒരു നീചമായിട്ടുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്. ഇത് മഞ്ചേശ്വരത്തെ വോട്ടർമാർ മനസ്സിലാക്കും, തള്ളിക്കളയും. വെറും കൈയോടെ അരുവിയോട് സുരേന്ദ്രന് തിരുവനന്തപുരത്തേക്ക് പോകാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം മുങ്ങി കാണും. കാരണം സതീശൻ എവിടെയെങ്കിലും ഒളിപ്പിച്ചു കാണും, അല്ലെങ്കിൽ ലീഗിൻ്റെ ആൾക്കാരെ ഒളിപ്പിച്ചു കാണും. അല്ല, അദ്ദേഹം ഇവിടെ മത്സരിച്ചാൽ ഇവിടെ ഒന്നും സംഭവിക്കാനില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇത്തരം തറവേലകൾ, ഉത്തരവാദപ്പെട്ട ഒരു മുന്നണി അത് സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന ഒരാളെ അപരനായി മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. കേരളത്തിൽ ഒരു സ്ഥലത്തും ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല. പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് UDFലെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ഒരു സ്ഥലത്ത് വന്ന് മത്സരിക്കുന്നു എന്ന് പറഞ്ഞത് അതൊരു നാണം കെട്ട നടപടി. അല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. അല്ല, അതുകൊണ്ടാണല്ലോ നേരത്തെയും അവർ സുന്ദരയെ നിർത്തിയിട്ട് ഒരു തവണ, ഇത്തവണ സുന്ദര ഇല്ലാത്തതുകൊണ്ടാണല്ലോ, ഈ ആരെയും കിട്ടാത്തതുകൊണ്ടായിരിക്കും, വേറെ സുരേന്ദ്രന്മാരൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കും ഒരു ഉന്നത നേതാവിനെ തന്നെ അവർ മത്സരിപ്പിക്കുന്നത്. എന്തായാലും ഇത് വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. UDF ഒരു തറവേലയാണ് കാണിക്കുന്നത്. ഒരു അശ്ലീല സന്ദേശമാണ്, ഒരു രാഷ്ട്രീയ അശ്ലീല സന്ദേശമാണ് അവർ ജനങ്ങൾക്ക് മുമ്പ് നൽകുന്നത്. ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് SDPI സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതിന് പിന്നിൽ സുരേന്ദ്രനാണ്. ഇതിനെങ്ങനെ? രാജ്മോഹൻ ഉണ്ണിത്താനല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPIയും കൊണ്ട് ഇവിടെയൊക്കെ വോട്ട് പിടിച്ചത്. സുരേന്ദ്രനോ BJPയോ ഇതുവരെ SDPIയുമായിട്ട് ഒരു സഹകരണം ഉണ്ടാക്കിയിട്ടില്ല. SDPIയെയും അവരുടെ രാഷ്ട്രീയത്തെയും ശക്തമായി എതിർക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി BJP മാത്രമാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ ജയിച്ചത്, അതാണല്ലോ SDPക്കാർ ഇപ്പോൾ പറയുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിച്ചതും മഞ്ചേശ്വരം MLA ജയിച്ചതും കാസർഗോഡ് MLA ജയിച്ചതും അന്നൊക്കെ SDPI നല്ല ആൾക്കാരായിരുന്നു. ഇപ്പോൾ SDPI മത്സരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ സുരേന്ദ്രൻ നിർത്തിയതാണെന്ന് പറയുന്നു. അതൊന്നും മറുപടി അർഹിക്കാത്ത വില കുറഞ്ഞ ജൽപ്പനങ്ങളാണ്.
ഉണ്ണിത്താൻ എപ്പോഴും ഇങ്ങനെയുള്ള ജൽപ്പനങ്ങൾ നടത്താറുണ്ട്. അതിലൊരു ജൽപ്പനമായിട്ടേ ഞാൻ കാണുന്നു. കേസ് ഒരു വിവാദം കൂടി ഉണ്ടായല്ലോ ഇന്ന്. KNA ഖാദർ, ലീഗ് നേതാവായ KNA ഖാദറിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ CPM-ഉം BJP-യും തമ്മിൽ ഡീല് നടന്നു എന്നുള്ള ആരോപണമാണ് അദ്ദേഹം ആത്മഹത്യയിൽ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് BJP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയത് എന്നുള്ള ഒരു ആരോപണം, ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തിരഞ്ഞെടുപ്പ് കാലത്ത്. കാരണം ആ ഒരു ഡീലിന് നേതൃത്വം നൽകിയത് പിണറായി വിജയനും BJP-യുടെ ഉന്നത നേതാക്കളുമാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ആത്മകഥ നാളെ മനസ്സിലായി, ഞാൻ കേട്ടു. അതായത് ഈ ആത്മകഥയും ജീവചരിത്രമൊക്കെ എഴുതുന്നവർ ഇങ്ങനെ എന്തെങ്കിലും ഒരു നമ്പർ ഇറക്കിയില്ലെങ്കിൽ അത് ആരും വായിക്കില്ല. അത് നമ്മുടെ നാട്ടിലുള്ള ഒരു നടപ്പാണ്. KNA ഖാദറിൻ്റെ ആത്മകഥ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആര് വായിക്കാനാണ്? അപ്പോൾ അതൊരു വലിയ പ്രചാരണം. നിങ്ങളിപ്പോൾ വലിയ പ്രചാരണം കൊടുത്തില്ലേ? KNA ഖാദർ നല്ലൊരു രാഷ്ട്രീയ നേതാവാണ്, നല്ല പ്രാസംഗികനാണ്, കുറച്ച് കാര്യം ഒക്കെ നന്നായി പ്രസംഗിക്കുന്നവരാണ്. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. എൻ്റെ ഒരു സുഹൃത്ത് കൂടിയാണ് അത്. പക്ഷേ അദ്ദേഹം ഒരു ആത്മകഥ എഴുതിയിട്ട് കേരളത്തിൽ ഏത് പൂച്ചക്കുട്ടി വായിക്കാനാണ്? അപ്പോൾ ഇതൊരു ഇപ്പോൾ വായിക്കും, ഇപ്പോൾ ആൾക്കാർ എന്താണെന്ന് നോക്കും. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം അടിച്ച ഒരു നമ്പറാണ്. അതിനപ്പുറത്ത് അതിന് യാതൊരു വസ്തുതയുടെ പിൻബലവും ഇല്ല.